ഓം വിശ്വകർമ്മണേ നമ. സൗഹൃദ സദസ്സിന് എൻ്റെ നമസ്കാരം. ഞാൻ രാധാകൃഷ്ണൻ ചാരമംഗലം. നമ്മൾ പരസ്പരം കാണാതെ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ജീവിതത്തിൽ ജനിച്ചിട്ട് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തവരുമായി എന്ത് ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പെടാപ്പാട് പെടുന്നത്? അതും ഇനി പരസ്പരം കാണുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത ഈ കൊറോണ കാലത്ത്. ഇങ്ങനെയെല്ലാം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. പക്ഷേ ചിലർ വരുമ്പോൾ ചരിത്രം അഴിമാറുന്നു എന്ന് പറയും പോലെ ചിലരുടെ വാക്കുകൾ, ശബ്ദമാധുര്യം, ഗാംഭീര്യം, ലാളിത്യം, നർമ്മം എല്ലാം നമ്മളെ അവരോടൊക്കെ അടുക്കുവാൻ പ്രേരിപ്പിക്കുന്നു. ആകാശവാണിയിലെ ചില അംഗങ്ങളെ അവരുടെ ശബ്ദത്തിന്റെ ആകർഷണം കൊണ്ട് സിനിമയിലെ സൂപ്പർ സ്റ്റാറുകളെക്കാൾ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുള്ള റേഡിയോ ശ്രോതാക്കൾ, പഴയ തലമുറയിലുള്ളവർ ഇന്ന് നമ്മളുടെ എല്ലാം ഗ്രാമത്തിലുണ്ട്. ഇത് കേൾവിയുടെ കാര്യമാണ്. കാണുകയും കേൾക്കുകയും ചെയ്തിട്ടില്ലാത്ത പിശാചിനെ പേടിക്കുകയും കാണാത്ത ദൈവത്തെ അഭയത്തിനായി ആരാധിക്കുകയും ചെയ്യുന്നവരല്ലേ നമ്മൾ. ഞാൻ മിക്കപ്പോഴും ഓർത്ത് ചിരിക്കാറുള്ള ഒരു സംഭവം പറയാം. തനിക്ക് ചുറ്റുമുള്ള എന്തിലും നർമ്മം കാണുന്ന ഒരു ചേട്ടൻ എന്നെ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം ക്ഷണിക്കാനായി വന്നു. അദ്ദേഹം പറഞ്ഞു, മംഗല്യം തന്തുനാനേന. തന്തു എന്ന് പറഞ്ഞാൽ നൂലാണല്ലോ. എൻ്റെ മകളെ ഒരു നൂല് കെട്ടിയ ബന്ധത്തിന്റെ ഉറപ്പിൽ ഞാൻ വളരെ അകലേക്ക് അയക്കുകയാണ്. എല്ലാം ദൈവേച്ഛ പോലെ വരും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, പക്ഷെ നിന്നെ ഞാൻ കല്യാണത്തിന് വിളിക്കുന്നത് ബന്ധത്തിന്റെ പേരിലല്ല, സൗഹൃദത്തിന്റെ പേരിലാണ്. നമ്മൾ തമ്മിൽ അല്ലെങ്കിൽ തന്നെ എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല, ഒരു നൂല് ബന്ധം പോലുമില്ല എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അദ്ദേഹം പടിയിറങ്ങിപ്പോയി. നൂല് ബന്ധമില്ലാത്ത സൗഹൃദത്തെ ഓർത്ത് ഞാനും കുറെ നേരം ചിരിച്ചു. എന്നാൽ എല്ലാവരിലും ഒരു നൂല് ബന്ധമുണ്ട്. ഇന്ന് അതിനെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വിശ്വജ്യോതി ശ്രോതാക്കളുമായി ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന വിഷയം ബന്ധങ്ങളെക്കുറിച്ചാണ്. അതിൻ്റെ തലക്കെട്ട് ബന്ധങ്ങൾ എന്ന് നൽകി അതിനെക്കുറിച്ച് സംസാരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് സൗഹൃദ സദസ്സിൻ്റെ നമ്മുടെ എല്ലാം കൂട്ടുകാരൻ ശ്രീ സുനിൽ മാത്തൂരാണ്. ബന്ധങ്ങളെക്കുറിച്ച് ഈ ആഴ്ച സംസാരിക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടത്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് എന്തിനാണ് റെഫറൻസിന്റെ ആവശ്യം? ലൈബ്രറികളിലൊക്കെ അടഞ്ഞു കിടക്കുന്നു എന്നൊക്കെ ഉള്ളതൊരു വിഷയമല്ലല്ലോ. ബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ തന്നെ പങ്കുവച്ചാൽ പോരെ എന്നെല്ലാം എന്നോടുള്ള സ്വകാര്യ സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്കും തോന്നി, എന്നാൽ ഇന്നത്തെ വിഷയം ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് സുനിൽ ജിക്ക് ഒരു ഹായ് പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മളെ എല്ലാവരെയും കൂട്ടിയിണക്കുന്ന ഒരു നൂലുണ്ട്. ഭൂമിയിലെ സകല ചരാചരങ്ങളിലും കൂടി കടന്നു പോകുന്ന ദൈവസ്നേഹത്തിന്റെ നൂലിനെ കുറിച്ച് ഭഗവാൻ ഗീതയിൽ ഇങ്ങനെ പരാമർശിക്കുന്നു. മത്ത പരതരം നാന്യത് കിഞ്ചിദിസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോക്തം സൂത്രേ മണിഗണായിവ. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു, എന്നിൽ നിന്ന് അന്യമായി ഈ ലോകത്തിൽ യാതൊന്നും തന്നെയില്ല. നൂലിൽ മുത്തുമണികൾ എന്ന പോലെ ഈ പ്രപഞ്ചം മുഴുവൻ എന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാണ്. നമ്മളെല്ലാം ദൈവമാകുന്ന സ്നേഹമാകുന്ന നൂലുകൊണ്ട് പരസ്പരം ബന്ധിതരാണ്. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം എന്നെല്ലാം കവികൾ പാടുന്നത് ദൈവമാകുന്ന നൂലിൽ കോർത്തു തന്ന ഈ ബന്ധത്തെ ഓർമ്മപ്പെടുത്തലാണ്. ലോകത്ത് പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. അടുത്തു നിൽക്കേണ്ട ബന്ധങ്ങളും അകന്നു നിൽക്കേണ്ട ബന്ധങ്ങളും. ചുറ്റുമുള്ളവരുമായി മനുഷ്യർ സമ്പർക്കത്തിലേർപ്പെടുമ്പോൾ ബന്ധത്തിന്റെ സ്വഭാവം അനുസരിച്ച് ഒരു നിശ്ചിത അകലം സൂക്ഷിക്കാൻ നമ്മളുടെ ഉപബോധ മനസ്സ് സദാ ഒരു ശ്രമം നടത്താറുണ്ട്. ഇത് കൊറോണ വരുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന ഒരു കാര്യമാണ്. അമേരിക്കൻ നരവംശ ശാസ്ത്രജ്ഞനായ ഡോക്ടർ എഡ്വേർഡ് ടി ഹാളിന്റെ അഭിപ്രായത്തിൽ മനുഷ്യൻ അവന്റെ സമ്പർക്ക വേളയിൽ
4 തരം അകലങ്ങൾ സൂക്ഷിച്ചു പോരുന്നു. നമുക്ക് ഇതിൽ ഒന്നാമത്തെ അകലം ഏതാണെന്ന് നോക്കാം. നമ്മളെല്ലാം നിരവധി രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ കണ്ടിട്ടുള്ളവരാണ്. പക്ഷെ പലപ്പോഴും നമ്മളുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ലാത്ത ഒരു കാര്യമാണ് എഡ്വേർഡ് നമ്മളോട് പറയുന്നത്. ഒരു രാഷ്ട്രീയ നേതാവ് തന്റെ അനുയായികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ പാലിക്കുന്ന അകലം ഏറ്റവും കുറഞ്ഞത് 12 അടി അകലത്തായിരിക്കും. നേതാവിന്റെ മൈക്കും അനുയായികളിലെ മുൻനിരക്കാരും തമ്മിൽ കുറഞ്ഞത് 12 അടി അകലമുണ്ടായിരിക്കുമെന്ന് സാരം. സോഷ്യോളജിയിൽ ഈ അകലം പബ്ലിക് ഡിസ്റ്റൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി രണ്ടാമത്തേതായി നമ്മൾ പാലിക്കുന്ന അകലം ഏതാണെന്ന് നോക്കാം. അതായത് വ്യക്തിപരമായി ബന്ധങ്ങളില്ലാത്തവർ തമ്മിൽ സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ 4നും 12 അടിക്കും ഇടയിലുള്ള ഒരു അകലമായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുക. ഓഫീസിൽ സഹപ്രവർത്തകർ സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോഴും ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി പരസ്പരം ബന്ധപ്പെടുമ്പോഴും ഏതാണ്ട് 4 അടി മുതൽ 7 അടി വരെയുള്ള അകലത്തായിരിക്കും അവർ നിൽക്കുക. ഈ അകലത്തെയാണ് സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന് അറിയപ്പെടുന്നത്. സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കണം എന്ന് ഈ കൊറോണ കാലത്ത് എല്ലാവരും കേട്ടിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകർ നമ്മളോട് പറയുന്നത് 4 അടി മുതൽ 7 അടി വരെയുള്ള അകലം പാലിക്കുക എന്ന അർത്ഥത്തിലാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ അകലത്തിലേക്ക് വരാം. വിനിമയം അപരിചിതരിൽ നിന്ന് വളരെ അടുത്ത സുഹൃത്തുക്കളിലേക്ക് വരുമ്പോൾ അകലം പിന്നെയും കുറയുന്നു. 1.5 മുതൽ 4 അടി വരെയുള്ള അകലത്തിൽ നിന്നായിരിക്കും സുഹൃത്തുക്കൾ സാധാരണ സംസാരിക്കുന്നത്. നമ്മുടെ പേഴ്സണൽ സ്പേസിനുള്ളിൽ വരുന്ന ഒരു അകലമായതിനാൽ ഇത് പേഴ്സണൽ ഡിസ്റ്റൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി നാലാമതായി നമ്മൾ കാണുന്നത് ഏറ്റവും കുറഞ്ഞ അകലത്തിൽ മനുഷ്യർ എത്തപ്പെടുന്ന ചില അവസ്ഥാവിശേഷങ്ങളാണ്. മനുഷ്യർ തമ്മിൽ അടിപിടി കൂടുമ്പോഴും ശാരീരികമായി ബന്ധപ്പെടുമ്പോഴും നമ്മുടെ അകലം 0 എത്തുന്നു. 0 മുതൽ 1.5 അടി വരെ അകലത്തിൽ മനുഷ്യർ സ്വീകരിക്കുന്ന ബന്ധങ്ങൾക്ക് ഇന്റിമേറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നു. ഞാനിത് ഇത്രയും വിശദമായി പറഞ്ഞത് എല്ലാ ബന്ധങ്ങളും വ്യത്യസ്തമാണ്, തിരിച്ചറിയപ്പെടേണ്ടതാണ്, ഡ്രൈവിംഗിലെ പോലെ ഒരു നിശ്ചിത അകലം പാലിക്കേണ്ടതാണ് എന്ന് പറയാനാണ്. ഇല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാം. ബന്ധങ്ങളിൽ ഉരസലുകൾ ഉണ്ടാവാം, പൊട്ടിത്തെറി ഉണ്ടാവാം. അതേപോലെ എല്ലാ ബന്ധങ്ങൾക്കും ഒരു സാമൂഹിക അകലമുണ്ട്, സാമൂഹിക നീതിയുണ്ട്, സദാചാര നിഷ്ഠയുണ്ട്. ഇതെല്ലാം തെറ്റുമ്പോഴാണ് ബന്ധങ്ങൾ ബന്ധനങ്ങളാകുന്നത്, ബന്ധുക്കൾ ശത്രുക്കളാകുന്നത്. എല്ലാ ബന്ധങ്ങളും സാമ്പത്തികമാണ് എന്ന് പരിതപിക്കേണ്ടി വരുന്നത്. വിശ്വസിക്കാവുന്ന ബന്ധം പോലെ ഗുണകരമായ ഒരു പ്രവൃത്തി മറ്റെന്താണ്? അത് നേടിയെടുക്കും പോലെ ഗുണകരമായ ഒരു കാലം വേറെയുണ്ടോ? നല്ല സ്നേഹബന്ധങ്ങൾ സമ്പാദിക്കുകയാണ് ജീവിതത്തിലെ ഏറ്റവും നന്മയേറിയ കർമ്മം. ധാരാളം നല്ല ബന്ധങ്ങളുള്ള ഒരാൾ ധാരാളം ശക്തമായ വേരുകളുള്ള ഒരു വൃക്ഷം പോലെയാണ്. ഏത് വലിയ പ്രകൃതിക്ഷോഭത്തിലും അത് കടപുഴകാതെ നിൽക്കും. നല്ല മിത്രങ്ങൾ അടിവേരുകളെ പോലെയാണ്. എത്ര ദുഷ്കരമായ കാര്യവും സാധിക്കുന്നതിന് നല്ല സ്നേഹബന്ധം നമുക്ക് തുണയാവുകയും ചെയ്യും. അറിവുള്ളവരും വിവേകികളായവരും ആയിട്ടുള്ളവരുമായി ഉള്ള ബന്ധം ദിനം തോറും വലുതാകുന്ന ചന്ദ്രക്കല പോലെ നാൾക്കുനാൾ വളർന്നു വരും. അവിവേകികളുമായിട്ടുള്ള അടുപ്പം അമാവാസി പോലെ കടുത്ത അന്ധകാരം ഉണ്ടാക്കുകയും ചെയ്യും. നല്ലവരുമായുള്ള സ്നേഹബന്ധം പഠിക്കും തോറും ഉണർവ് നൽകുന്ന ഗ്രന്ഥം പോലെയാണ്. അത് പഴകും തോറും നന്നാകുന്ന ഉണർവ് തരുന്ന വീഞ്ഞ് പോലെയാണ്. നല്ലവരുമായി ഉള്ള ബന്ധങ്ങൾ പഴകും തോറും ഉന്മേഷം പ്രദാനം ചെയ്യും. ബന്ധങ്ങൾ ഒരിക്കലും വിനോദങ്ങൾ പങ്കിട്ട് ചിരിച്ച് ഉല്ലസിക്കാൻ മാത്രമുള്ളതല്ല. ബന്ധുവിന്റെ തെറ്റുകുറ്റങ്ങളെ ആജ്ഞാരൂപത്തിൽ ഖണ്ഡിച്ച് തെറ്റുകുറ്റങ്ങളെ അധികാരത്തോടെ തിരുത്താനുള്ളതാണ്. ബന്ധുവിന്റെ തെറ്റുകളെ കർത്തവ്യബോധത്തോടെ തിരുത്തുവാൻ ശ്രമിക്കാത്തവൻ യഥാർത്ഥത്തിൽ സ്നേഹിതനോ ബന്ധുവോ ഒന്നുമല്ല. അത് ശത്രുവിന്റെ ശാന്തമായ ഒരു രൂപം മാത്രമാണ്. ബന്ധങ്ങൾ ഉടലെടുക്കുന്നതിന് അടുപ്പവും ഇടപഴകലും വേണമെന്നില്ല.
ഇരുവരുടെയും പരസ്പര ധാരണയും സമാന ചിന്താഗതിയും മാത്രം മതി. കാണുമ്പോൾ മാത്രം മുഖം വിടർത്തി സന്തോഷം പ്രകടിപ്പിക്കുന്നതല്ല സ്നേഹബന്ധം. അത് ഹൃദയം വിടർത്തുന്ന ആത്മബന്ധമാകണം. ഉത്തമ ഗുണമുള്ളവർ ഒരാളോട് സൗഹൃദം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നത് ഉണ്ടാവില്ല. അതുകൊണ്ട് വളരെ ആലോചിച്ച് വേണം ബന്ധങ്ങളെ തിരഞ്ഞെടുക്കാൻ. നല്ലവണ്ണം ആലോചിക്കാതെ ബന്ധങ്ങളെ തിരഞ്ഞെടുത്താൽ അത് ഭാവിയിൽ പല വിധത്തിൽ അനർത്ഥങ്ങൾക്ക് വഴിവെക്കും. ആലോചിക്കാതെ ചെന്നു ചാടുന്ന ചില ബന്ധങ്ങൾ നമ്മളെ ചിലപ്പോൾ ജീവിതാന്ത്യം വരെ ദുഃഖിപ്പിക്കുകയോ മരണത്തിന് പോലും കാരണമാകുന്ന ദുഃഖമായി തീരുകയോ ചെയ്യും. ഒരാളുമായി ബന്ധം സ്ഥാപിക്കുന്നതിന് മുൻപ് അയാളുടെ സ്വഭാവ വിശേഷങ്ങൾ നന്നായി അറിയണം. ഗുണവും ദോഷവും ബന്ധുബലവും എല്ലാം തന്നെ. ഇതൊന്നും അറിയാതെ ഉണ്ടാക്കുന്ന ബന്ധം ഗുണകരമാകില്ല. ധനസ്ഥിതി, കുലമഹിമ ഇവകളിൽ തുല്യസ്ഥാനമുള്ളവരുടെ ബന്ധമാണ് അഭികാമ്യം. നമ്മുടെ മര്യാദഘട്ട പ്രവർത്തികളിൽ നമ്മളെ ഭയപ്പെടുത്താനും ഉപദേശിക്കുവാനും ശാസിക്കുവാനും പ്രാപ്തരായവരുടെ സൗഹൃദം എന്ത് ത്യാഗം സഹിച്ചും എന്ത് വില കൊടുത്തും നമ്മൾ നേടിയെടുക്കണം. അതെ, നമ്മളെ തിരുത്താനും ശാസിക്കാനും പോകുന്ന ഒരാൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഒരാളുടെ നേട്ടം എന്ന് പറയുന്നത് കളങ്കരഹിതമായ ബന്ധങ്ങളെ തിരിച്ചറിയുക എന്നതാണ്. അല്ലാത്ത പക്ഷം ബന്ധുക്കൾ അയാളുടെ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തിടത്തും കയറി ഇടപെട്ട് അയാളുടെ മനസ്സിന്റെ സന്തുലിതാവസ്ഥ തന്നെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളിൽ അയാളിൽ അടിച്ചേൽപ്പിച്ചു എന്ന് വരാം. ഇത് ഒരാളെ ജീവിതാവസാനം വരെ വേദനിപ്പിക്കും. അതുകൊണ്ടാണ് കുറ്റമുള്ളവരുമായി ഏർപ്പെട്ടു പോയ മൈത്രി ബന്ധം വലിയ കഷ്ടനഷ്ടങ്ങൾക്ക് കാരണമാകുന്നത്. ഇന്നത്തെ കാലത്ത് പഴമ എന്നത് പലർക്കും പരമപുച്ഛമായ ഒരു വാക്കാണ്. എന്നാൽ പഴമ എന്ന് പറയുന്നത് ആത്മമിത്രങ്ങൾ തമ്മിലുള്ള ഒരുവിധ ഭിന്നതയും ഉണ്ടാകാത്ത മൈത്രി ബന്ധത്തെയാണ്. ഗാഠസൗഹൃദത്തിന്റെ അറ്റം കണ്ടവർ പഴയ സുഹൃത്തുക്കളുമായുള്ള ബന്ധം അകന്നു പോകാൻ ഇടവന്നാലും ആ ബന്ധം ഉപേക്ഷിക്കുന്നവരല്ല. നാശകാരണമാകുന്ന ചെയ്ത്തികൾ അന്യോന്യം ചെയ്തു പോയാലും സ്നേഹബന്ധം അറ്റുപോകാതെ വിശ്വാസം പുലർത്തുന്നവരായിരിക്കും ചിരകാല ബന്ധത്തിൽ കഴിയുന്ന സുഹൃത്തുക്കൾ. തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കുന്നവരിലെ ബന്ധങ്ങൾ നിലനിൽക്കൂ. പരസ്പരം അറിഞ്ഞു കഴിഞ്ഞവർ ഒരിക്കലും തെറ്റിദ്ധരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ ആ ബന്ധങ്ങൾ ഒരിക്കലും നഷ്ടമാവുകയുമില്ല. അത്തരം ദൃഢമായ ബന്ധങ്ങളെ ലോകം എന്നും ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും ചെയ്യും. ആദരിക്കപ്പെടേണ്ട ചില ബന്ധങ്ങളെക്കുറിച്ച് പുരാണ ഇതിഹാസങ്ങളിൽ പരാമർശങ്ങളുണ്ട്. ഉദാഹരണമായി പഞ്ചപിതാക്കന്മാർ. ജന്മം നൽകിയവൻ, ഉപനയിപ്പിച്ചവൻ, വിദ്യ പഠിപ്പിച്ചവൻ, അന്നം തന്ന് വളർത്തിയവൻ, ആപത്തിൽ നിന്നും രക്ഷിച്ചവൻ എല്ലാം പിതാക്കന്മാരാണ്. എന്നാൽ ഈ പറഞ്ഞവരെ പിതാക്കന്മാരായി നമ്മളിൽ എത്ര പേർ ആദരിക്കുന്നുണ്ട്? കയ്യിൽ കാശുണ്ടെങ്കിൽ ഈ പറഞ്ഞവരെയൊക്കെ കാശ് കൊടുത്ത് പറഞ്ഞു വിടും. പിന്നെ അവരുമായി എന്ത് ബന്ധം? ആ ചേട്ടൻ പറഞ്ഞതുപോലെ. ഇനി പഞ്ചമാതാക്കളെ നോക്കാം. അമ്മ, അമ്മായിയമ്മ, ഗുരുപത്നി, ജ്യേഷ്ഠപത്നി, രാജപത്നി ഇവരെല്ലാം മാതാക്കളാണ്. പക്ഷെ മനസ്സിനും കൂടി തോന്നണം ഇവർ മാതാക്കളാണോ അല്ലയോ എന്ന്. കാരണം എല്ലാ ബന്ധങ്ങൾക്കും കാരണം മനസ്സാണ്. മനസ്സ് പറയുന്നത് പോലെയാണ് ബന്ധങ്ങൾ രൂപം പ്രാപിക്കുന്നത്. പുരയ്ക്കുള്ളിലാണല്ലോ എല്ലാ ബന്ധങ്ങളുടെയും ആദ്യ തുടക്കം. അതുകൊണ്ട് പഴമക്കാർ പറഞ്ഞു കേട്ട ഒരു കഥ ഞാൻ പറയാം. അച്ഛനും മകനും മകന്റെ മകനും ചേർന്ന് അവരുടെ വീട് ഓല കെട്ടി മേയുകയാണ്. പ്രായമായ അച്ഛൻ പുരയുടെ മുകളിലിരുന്ന് ഓല മേയുന്നു. അയാളുടെ മകൻ ഓല മുകളിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. മകന്റെ മകനായ ചെറിയ പയ്യൻ ദൂരെ ഇരിക്കുന്ന ഓലകൾ അച്ഛന് എടുത്തെറിയാൻ പാകത്തിൽ അടുപ്പിച്ചു കൊടുക്കുന്നു. ഉച്ചയായി, പൊള്ളുന്ന ചൂട്. ആ പൊരുവെയിലിൽ മുകളിൽ ഓല കെട്ടിക്കൊണ്ടിരുന്ന വൃദ്ധന്റെ തലയിൽ മാത്രമേ ഒരു തോർത്ത് ഉണ്ടായിരുന്നുള്ളൂ. താഴെ തന്റെ മകൻ വെയിലും കൊണ്ട് മുകളിലേക്ക് ഓല എറിയുന്നത് കണ്ടപ്പോൾ ആ പ്രായമായ മനുഷ്യൻ
തൻ്റെ തലയിലെ തോർത്തെടുത്ത് മകന് ഇട്ടുകൊടുത്തു. എന്നാൽ ആ മകൻ ആ തോർത്ത് തൻ്റെ തലയിൽ കെട്ടാതെ അയാളുടെ മകന്റെ തലയിൽ കെട്ടിക്കൊടുത്തു. അതാണ് ബന്ധം. എല്ലാ അച്ഛനമ്മമാർക്കും സ്വന്തം മക്കൾ കഴിഞ്ഞ് ബാക്കി എന്തും ഉള്ളൂ എന്ന് ഈ കഥ നമ്മളോട് പറയുന്നു. ഇത് കാലങ്ങളായി തുടരുന്ന ബന്ധങ്ങളുടെ കൈമാറ്റമാണ്. ഇത് ചിലരെങ്കിലും ഇന്നത്തെ കാലത്ത് അറിയാതെ പോകുന്നുണ്ട്. വെറും ഒരു നൂലിൽ പറഞ്ഞു തുടങ്ങിയ ബന്ധങ്ങളുടെ കാര്യമാണ്. സ്നേഹബന്ധത്തിന്റെ നൂലിഴകൾ കൂടിക്കൂടി ഇപ്പൊ തോർത്ത് വരെയായി. ഇനി മുണ്ടായും സാരിയായും കമ്പിളി പുതപ്പായും അത് വളർന്നുകൊണ്ടേയിരിക്കും. എത്രയെല്ലാം വളർന്നാലും സ്നേഹബന്ധത്തിന്റെ നൂലിഴകളിൽ നെയ്തെടുത്ത വസ്ത്രങ്ങളുടെ അടിയിൽ മനുഷ്യബന്ധങ്ങളെ തിരിച്ചറിയുന്ന ഒരു ഹൃദയമുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചോളി കെ പീച്ചെ ക്യാ ഹേ എന്ന ഗാനം ഓർത്തുകൊണ്ട് നിഷ്കളങ്കമായ സ്നേഹബന്ധങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സ്നേഹത്തോടെ ഇന്നത്തേക്ക് വിട പറയുകയാണ്. ഇതുവരെ ഇത് ശ്രവിച്ച വിശ്വജ്യോതിയിലെ എല്ലാവർക്കും നന്ദി പറയുന്നു. നമസ്കാരം.